ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളുടെ ലൈഫിൽ വർത്തിയായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ഈസി ആയിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടോ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഏത് തരത്തിലുള്ള അച്ചീവ്മെൻ്റ് ആയാലും ശരി, അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലേ. അപ്പോൾ ഏത് തരത്തിലുള്ള അച്ചീവ്മെൻ്റ് ആയാലും ശരി, അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള കാര്യം അച്ചീവ് ചെയ്യണമെങ്കിലും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള സൈഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കത്ര ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ പോസിബിളാണ്, നമുക്ക് സാധ്യമാണ്. വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നമുക്ക് പോസിബിളാണ്, ബട്ട് നോട്ട് സോ ഈസി, നോട്ട് സോ സിമ്പിൾ. നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് വർത്തിയായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് സാധിക്കത്തില്ല. അതിനൊരു ക്വിക്ക് ഫിക്സ് ഫോമുലയൊന്നുമില്ല, അതുപോലെ തന്നെ ഷോർട്ട് കട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഈസി പാത്തൊന്നുമില്ല. കാരണം നമുക്ക് വളരെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിളായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സക്സസ്, ടു ബി സക്സസ്ഫുൾ അല്ലെങ്കിൽ ബീയിങ് സക്സസ്ഫുൾ എന്നൊക്കെ നമ്മൾ ലൈഫിൽ പറയുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വി ഹാവ് ടു സാക്രിഫൈസ് എ ലോട്ട് ആൻഡ് വി ഹാവ് ടു ഗോ ത്രൂ ലോട്ട് ഓഫ് പെയിൻസ് ആൻഡ് ഹാർഡ്ഷിപ്സ്. ഒത്തിരി പലതരത്തിലുള്ള അല്ലെങ്കിൽ ഒത്തിരി പെയിൻസ്, വേദനകൾ. നമുക്ക് പെയിൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശാരീരികമാകാം, മാനസികമാകാം. പെയിൻഫുൾ എന്ന് നമ്മൾ പറയത്തില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻഫുള്ളായിട്ടുള്ള എഫേർട്ട് അല്ല, പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് പോകേണ്ടി വരും. നമുക്ക് ഒത്തിരി ഹാർഡ്ഷിപ്സ് നമുക്ക് നേരിടേണ്ടി വരും. നമുക്കൊത്തിരി ഡിസപ്പോയിൻ്റ് ആകേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. തീർച്ചയായിട്ടും വർത്തിയായിട്ടുള്ള ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വർത്തിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ നേടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ മാത്രം നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ ലിറ്ററലി മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ലോൺലി ആയിട്ടുള്ളൊരു ജേർണി നമുക്ക് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആവശ്യമായിട്ട് വരും. പറഞ്ഞു വരുന്നത് വർത്തിയായിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് സിമ്പിളല്ല, ഈസിയല്ല. അത് ഇനി നമുക്കെന്താ ജീവിതത്തിൽ വർത്തിയായിട്ടുള്ളത്? വർത്തിയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. നമുക്ക് വർത്തിയായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാകാം, വർത്തിയായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാകാം, വർത്തിയായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാം. നമുക്ക് വർത്തിയായിട്ടുള്ള നമ്മളുടെ പ്രവൃത്തികളുണ്ടാകാം, ആക്ഷൻസ്, നമ്മുടെ വേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പൊതുവെയുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ദ വേ ഓഫ് സ്പീക്കിംഗ്, ദ വേ വി സ്പീക്ക്, അത് വർത്തിയായിരിക്കാം. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ വർത്തിയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. നമുക്കതിനെ ഇപ്പം വർത്തിയായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഒരു പക്ഷേ ഉൾപ്പെടുന്നതായിരിക്കാം. അപ്പോൾ ഈ വർത്തിയായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് സിമ്പിളല്ല, അത് ഈസിയുമല്ല. അത് നമുക്ക് വളരെ ദീർഘകാലത്തെ നമ്മളുടെ ജീവിത രീതികൾ കൊണ്ട് മാത്രം, ദീർഘകാലം എന്ന് പറയുമ്പോൾ നമ്മൾ 10, 80, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട നമുക്ക് വർത്തിയായിട്ടുള്ള ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെ ഇറ്റ്സ് നോട്ട് സോ ഈസി, നോട്ട് സോ സിമ്പിൾ, ബട്ട് ഇറ്റ്സ് പോസിബിൾ. അതുകൊണ്ട് നമുക്ക് വർത്തിയായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വി ഹാവ് ടു മേക്ക് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ റൈറ്റ് എഫേർട്ട്, അല്ലെങ്കിൽ റൈറ്റ് സാക്രിഫൈസ് ഈ പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള സാക്രിഫൈസ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സാക്രിഫൈസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫേർട്സും രണ്ട് രീതിയിലുണ്ടാകും. കാരണം നമ്മുടെ ചില പ്രവൃത്തികൾ നമുക്കൊന്നും നേടിത്തരുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് എഫേർട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് എഫേർട്ട് അല്ല. അതുകൊണ്ട് നമ്മൾ സാക്രിഫൈസ്, ചില കാര്യങ്ങൾ നമ്മൾ ത്യജിക്കുന്നു. നമുക്ക് വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ത്യജിക്കുമ്പോൾ ആ ത്യജിക്കുന്ന കാര്യങ്ങൾ, സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് റൈറ്റ് സാക്രിഫൈസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സാക്രിഫൈസ് ആണോ എന്നുള്ള കാര്യം അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഗെറ്റ്സ് ഡിഫറൻഷിയേറ്റഡ്
എല്ലാ കാര്യത്തിലുണ്ട് ഈ രണ്ട് പൊളാരിറ്റീസ് അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം, എഫേർട്ട്, എനർജി, ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, നമ്മളുടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസിപ്ലിൻ, ഇതൊക്കെ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പം ഈ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റൈറ്റ് എഫേർട്ട്, റൈറ്റ് സാക്രിഫൈസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർത്തിയായിട്ടുള്ള ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വർത്തിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ വർത്തിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ യാത്ര ഇൻ ബിറ്റ്വീൻ വി മേ ഫേസ് ലോട്ട് ഓഫ് ഡിസ്കറേജ്മെൻറ്റ്. ഒത്തിരി ഡിസ്കറേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നിരാശകളുണ്ടാകാം. അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകാം, മറ്റുള്ളവർ നമ്മളെ നിരാശപ്പെടുത്താം. ദർ ആർ ലോട്ട് ഓഫ് നേസേഴ്സ്, അല്ലേ? നമുക്കത് ചെയ്യാൻ കഴിയില്ല, നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല, നിന്നെക്കൊണ്ടത് പറ്റത്തില്ല, നിനക്കതിനുള്ള കഴിവില്ല എന്ന് പറയാൻ നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാർ കാണും. ദ പെസിമിസ്റ്റ്, ദ നേസേഴ്സ്, ദ പീപ്പിൾ ഹൂ ഡിസ്കറേജ് യു, അല്ലെങ്കിൽ പീപ്പിൾ ഹൂ കനോട്ട് എൻകറേജ് യു. നമ്മളെ എൻകറേജ് ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഫാമിലിക്കുള്ളിൽ കാണും, നമ്മുടെ ഫാമിലിക്ക് പുറത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ കാണും, നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ കാണും, എല്ലായിടം കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സ്ട്രഗിൾസ് നമുക്ക് നേരിടേണ്ടത് നമുക്ക്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിംഗ് മൊമെൻറ്റ്സാണ്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് മൊമെൻറ്റ്സിൽ, ആ പരീക്ഷണ ഘട്ടങ്ങൾ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വർത്തി ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അച്ചീവ്മെൻ്റ് എപ്പോഴും വർത്തിയായിരിക്കണം. ആ വർത്തിയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടത്തുള്ളൂ. നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും നമുക്ക് ജീവിതത്തിൽ നിന്നില്ല. നമുക്കറിയാം, തീർച്ചയായിട്ടും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ തന്നെ അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സമൂഹത്തിലും ലോകത്തിലും ഒക്കെ തന്നെ ഉണ്ട്. ബട്ട് വി ഓൾവേസ് ടോക്ക് അബൌട്ട്, ഓർ അറ്റ്ലീസ്റ്റ് ഐ ഓൾവേസ് ടോക്ക് അബൌട്ട് പോസിറ്റീവ് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വർത്തി അച്ചീവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എന്താണ് പറയുന്നത്, ഈ ഷോർട്ട് ടൈമിലേക്കല്ലാതെ ലോങ് ടൈമിലേക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ ഫലം മറ്റുള്ള ജനങ്ങളിലേക്ക് അത് ആര് ഇപ്പം അതിൻ്റെ ഒരു ഗുണഭോക്താവോ ഉപഭോക്താവോ ആകുന്നു, ആ വ്യക്തിക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന, ഇപ്പം നമ്മളുടെ നല്ല സംഭാഷണങ്ങൾ, നമ്മളുടെ നല്ല ക്യാരക്ടർ, നമ്മളുടെ നല്ല ബിഹേവിയർ, നമ്മളുടെ നല്ല മാനേഴ്സ്, ഇഫ് യു ആർ വെൽ മാനേഡ്, ഇഫ് യു ആർ ഹാവിങ് ഗുഡ് മാനേഴ്സ്, ഇഫ് യു ടോക്ക് സ്പ്ലെൻഡിഡ്ലി വെൽ, ഇല്ലേ? നല്ല കോൺവേഴ്സ് ചെയ്യാൻ നമുക്ക്, എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യാത്ത, മറ്റുള്ളവരെ എന്താണ് പറയുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യാത്ത ബിഹേവിയറും ക്യാരക്ടറും ഒക്കെയാണ് നമുക്കുള്ളതെങ്കിൽ, ഇഫ് യു ആർ ഓണസ്റ്റ് ഇനഫ്, ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ ഇനഫ്, ഇതൊക്കെ നമുക്ക് വർത്തിയായിട്ടുള്ള നമ്മളുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഇൻഡിവിജ്വാലിറ്റിയൊക്കെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഔട്ട് ഓഫ് ദ ക്ലിയർ ബ്ലൂ സ്കൈ ഒന്നും നമുക്കിത് ലഭിക്കത്തില്ല. തീർച്ചയായിട്ടും വി ഹാവ് ടു മേക്ക് എ ലോങ് ലബോറിയസ് എഫേർട്ട്. ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എററിൻ്റെ ബേസിൽ മാത്രമേ നടക്കത്തുള്ളൂ നമുക്ക്. അപ്പോൾ വർത്തിയായിട്ടുള്ള ഓബ്ജക്ട്സ് സിമ്പിൾ അല്ല, ഈസി അല്ല, ബട്ട് ഇറ്റ്സ് പോസിബിൾ ഇൻ ഹ്യൂമൻ ലൈഫ്സ് എന്നാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് വർത്തിയായിട്ടുള്ള ഓബ്ജക്ട്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. It's not an impossibility, there's a huge possibility for worthy objects or worthy achievements നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതായിരിക്കണം നമ്മളുടെ ഉത്തരവാദിത്വം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളായതുകൊണ്ട് തീർച്ചയായിട്ടും വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, വി ആർ ഓൾ ഇൻഡിവിജ്വൽസ്, വി ആർ ഓൾ പേഴ്സൺസ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീയിങ് സോ വി ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളുടെ ഷോൾഡറിലുണ്ട്. സോ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു സ്ട്രൈവ് ഫോർ അറ്റംപ്റ്റ് ഫോർ വർത്തി ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വർത്തി അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളതാണ്. അതായിരിക്കും ഹ്യൂമാനിറ്റിക്ക് എപ്പോഴും
ഫേവറബിൾ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് എപ്പോഴും പ്രയോജനകരം, ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രയോജനമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന, ഇന്ന് സർവൈവ് ചെയ്യുന്ന, ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ ബീയിങ്സും നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റിൻ്റെ ഫലമാണ് നമ്മൾ പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നത്. സോ ദാറ്റ് ഹാപ്പൻസ് ഇൻ സോ മെനി ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വർത്തിയായിട്ടുള്ള ഓബ്ജക്ട്സ്, വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ പെർസീവ് ചെയ്യണം. അതായിരിക്കണം നമ്മളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈസിയായിട്ടോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ആൻഡ് ദർ ഈസ് നോ ക്വിക്ക് ഫിക്സ് ഫോർമുല. ക്വിക്ക് ഫിക്സ് പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന എല്ലാ വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ഒരു ലോകോപകാരപ്രദമായിട്ടുള്ളൊരു ഡിസ്കവറി അല്ലെങ്കിൽ ഇൻവെൻഷൻ നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പിന്നിൽ ആ ഒരു വ്യക്തി, ഹി ഓർ ഷീ, എത്ര വർഷത്തെ ലബോറട്ടറിയുള്ള എഫേർട്ട്, ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ വളരെ മിനിമലായിട്ട് ഊണും ഉറക്കമൊക്കെ നടത്തി ഇതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഡിവോട്ട് ചെയ്ത ഒരു ലൈഫിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആയിരിക്കും ഈ പറഞ്ഞ സയൻറ്റിഫിക് ഡിസ്കവറി അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻവെൻഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ അച്ചീവ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സാണ്. ആ വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിന് അവർ ഒത്തിരി വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് അറിയാം, വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു ബുക്ക് പറഞ്ഞാൽ പുസ്തകം എഴുതുന്ന, അങ്ങനെ അവർ വളരെ പെട്ടെന്ന് എഴുതി തീരുന്നതല്ല. കാരണം വർഷങ്ങളായിട്ട് അവർ പല കാര്യങ്ങൾ പഠിച്ചും വായിച്ചും അറിഞ്ഞും ഒക്കെ തന്നെയാണ് അവരതിനെ ഒരു പുസ്തകമാക്കി മാറ്റുന്നതും അത് ലോകത്തിലെ ജനങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അറിവുകൾ അതിനകത്തിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നത് നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ എഫേർട്ടും നമ്പർ ഓഫ് ഇയേഴ്സിലെ സ്ട്രഗിളും ഒക്കെ കൊണ്ടാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് വർത്തി എയിംസ് അല്ലെങ്കിൽ വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഒരിക്കലും സിമ്പിളല്ല, ഈസിയല്ല. ഇനി ഏതെങ്കിലും അച്ചീവ്മെൻറ്റ് സിമ്പിളും ഈസി ആണെങ്കിൽ അത് വർത്തി ആയിരിക്കത്തില്ല. അതിൻ്റെ വർത്തനസ് അഥവാ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കണം. നല്ലത് നമുക്കതിനെ ദീർഘകാലം അതിനൊരു ലൈഫ് സ്പാൻ കാണത്തില്ല തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം, 100 അല്ലെങ്കിൽ എന്ന് മുതൽ പ്രിൻറ്റിങ്ങും അല്ലെങ്കിൽ എഴുത്തും ഒക്കെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ഉണ്ടായ അന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള അതിൽ ലോങ് ഇയേഴ്സ് ഓഫ് സ്ട്രഗിൾ, ലോങ് ഇയേഴ്സ് ഓഫ് പെർസിവറൻസ്, ലോങ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ഹാർഡ്ഷിപ്സ്, ഇതിൽക്കൂടെല്ലാം കടന്നു പോയിട്ടാണ് ഈ പറഞ്ഞ അച്ചീവ്മെൻറ്റ്സ് എല്ലാം സാധിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും വർത്തിയായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിൻ്റെ പുറകെ പോവുക. അതായിരിക്കും നമുക്കും നമ്മൾ ജീവിക്കുന്ന ലോകത്തിനും പ്രയോജനകരം അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നേടിയെടുക്കാമെന്നുള്ളൊരു ഇല്യൂഷൻ നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ശരി, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി പാസ്സാണെങ്കിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് 2, 3, 4 ഇയേഴ്സ് ഒക്കെ അതിനുവേണ്ടി നിങ്ങൾ ഡിവോട്ട് ആവുക അല്ലെങ്കിൽ അതിനുവേണ്ടി കമ്മിറ്റഡ് ആവുക എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നവർ അല്ലെങ്കിൽ MBBSന് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവരും ഇതുപോലുള്ള പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ വർത്തിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ടു വെയിറ്റ് ഫോർ ലോങ് ഇയേഴ്സ്, വി ഹാവ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി, അങ്ങനെയൊക്കെയാണ്. നമുക്ക് പേഷ്യൻസ് വേണം, നമുക്ക് പെർസിവറൻസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർത്തി ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വർത്തി അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം വെൻ എവറിഥിങ് ഈസ് സെഡ് ആൻഡ് ഡൺ, വർത്തി അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കണം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. സോ അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വി മേ ഫേസ് ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്സ്, സ്ട്രഗിൾസ്. നേരത്തെ പറഞ്ഞ ഡിസ്കറേജിങ് പീപ്പിൾ എന്ന് വെച്ചാൽ പീപ്പിൾ ഹൂ ക്യാൻ ഡിസ്കറേജ് യു, നമ്മളെ ഇതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കാനും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും നമ്മളെ
നിരാശപ്പെടുത്തുവാനും നമ്മളെ ഭയപ്പെടുത്തുവാനും ആശങ്കപ്പെടുത്തുവാനും ഒക്കെ തന്നെ there may be a lot of people around us, starting with our family. നമ്മുടെ ഫാമിലിയിൽ നിന്ന് മുതൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ പലതായിരിക്കും, ബട്ട് സ്റ്റിൽ ദി end result of what they do to us, what they say to us, remains the same, one and the same. Because if we listen to them and if we are giving attention to what they say, if we are giving attention to what they do to us in the form of their judgment, in the form of their opinions, we will lose track. We are getting discouraged and we cannot travel towards our worthy destination or worthy achievement. That's all. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മളെ നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന നമ്മളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ വാക്കുകളെ, അഭിപ്രായങ്ങളെ, അല്ലെങ്കിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിനെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തിൽ കൺസേൺ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ വർത്തി ഗോൾസിലേക്ക്, വർത്തി അച്ചീവ്മെൻറ്റ്സിലേക്ക് നമുക്ക് യാത്ര ചെയ്ത് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു കാര്യമായിരിക്കണം നമ്മളുടെ എൻഡ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇതിനെ എങ്ങനെ സമ്മറൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർത്തി ഗോൾസ് അല്ലെങ്കിൽ വർത്തി അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കണം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അത് ഈസി അല്ല, അത് സിമ്പിൾ അല്ല, ബട്ട് ദാറ്റ് ഇസ് പോസിബിൾ. അപ്പോൾ അത് പോസിബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വി ഹാവ് ടു ഗോ ത്രൂ സെറൻ പ്രോസസ്സസ്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻസ് ഉണ്ടാകണം, നമ്മൾ പെർസിവറൻസ് ഉണ്ടാകണം, നമ്മൾ എന്താണ് സ്റ്റിക്ക് ടു ദ ഗൺസ് എന്നൊക്കെ പറയാം. നമ്മൾ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ നമ്മളുടെ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. നമ്മളുടെ റൈറ്റ് എഫേർട്ട്, റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, റൈറ്റ് സാക്രിഫൈസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വർത്തി അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വർത്തി ഗോൾസ് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ഓൾ. ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.